നമ്മൾ എല്ലാ വർഷവും മാർച്ച് 8 വനിതാ ദിനം, അത് ഏതാണ്ട് 1975 കാലഘട്ടത്തിൽ ആണ് മാർച്ച് 8-ാം തീയതി ലോക വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത് തുടങ്ങി വെച്ചത്. എല്ലാ വർഷവും ആചരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും സ്ത്രീകൾക്ക് വേണ്ട അവകാശങ്ങളെക്കുറിച്ചും സ്ത്രീകൾ സമൂഹത്തിൽ എങ്ങനെ ആയിരിക്കണം, എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചെല്ലാം വളരെ ഗൗരവത്തോടു കൂടിയും അതുപോലെ തന്നെ വളരെ ആർജവത്തോടു കൂടിയും നമ്മൾ സംസാരിക്കാറുണ്ട്. ഈ പറഞ്ഞ ഞാനും ഇതിനു മുമ്പ് പല സംഘടനകളിലും പ്രവർത്തിക്കുമ്പോൾ വനിതാ ദിനത്തിൽ വനിതകളെ ഇതുപോലെ ആദരിക്കുന്ന വനിതകളെ കുറിച്ച് ഹോരം നമ്മൾ പറയുകയൊക്കെ ചെയ്യും. എപ്പോഴും നമ്മുടെയൊക്കെ ഒരു ചിന്താഗതി സ്ത്രീകൾ എന്നും ഒരു താഴ്ന്ന ലെവലിൽ നിൽക്കുക, പുരുഷന്മാരുടെ മേധാവിത്വം അത് എന്നും ഉച്ചസ്ഥായിയിൽ നിൽക്കുക, അല്ലെങ്കിൽ എന്നും കുടുംബിനികളായിട്ട് മാത്രം വർദ്ധിക്കുക. എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ ഇവിടെ ജയചേച്ചിക്കൊക്കെ നന്നായിട്ട് ഓർമ്മ വരും. എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ നമുക്ക് ജോലിയുള്ള സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിരലിലെണ്ണാവുന്നവർ, ഒരു 100 കുടുംബം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1-2 കുടുംബത്തിൽ നിന്നാണ്. ബാക്കിയുള്ളവരെല്ലാവരും അടുക്കളയിൽ മാത്രം ഒതുങ്ങപ്പെട്ട് കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഒരു 2000 കാലഘട്ടം വരെയൊക്കെ. ഈ 2000-ന് ശേഷമാണ് ഒരു പരിധി വരെയുള്ള സ്ത്രീകളെല്ലാം ജോലിക്ക് പോവുകയും അതുപോലെ തന്നെ സ്വയം വരുമാനം കണ്ടെത്തുകയും ഒപ്പം തന്നെ പുരുഷന്മാരോടൊപ്പം തന്നെ അവർക്കും സമത്വമായ അവകാശം വേണമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും അതിനു വേണ്ടിയിട്ട് അഹോരാത്രം പ്രയത്നിക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ അത് സൂംബ എന്നുള്ള ആ ഒരു ഇതിനെക്കുറിച്ച് ഞാൻ അറിയാൻ തുടങ്ങിയത് തന്നെ ഏതാണ്ട് ഒരു 1-2 വർഷങ്ങൾക്ക് മുമ്പാണ്. അത് നല്ലൊരു എക്സസൈസും അതുപോലെ തന്നെ കുടുംബത്തിലോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തോ ഒക്കെ പോയിരുന്ന് ഒത്തിരി സ്ട്രെസ് അല്ലെങ്കിൽ ഒത്തിരി ടെൻഷനും മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് ഈ സൂംബ ഡാൻസ് നടത്തുമ്പോഴത്തേക്ക് അവരുടെ ശാരീരികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുള്ളവർക്കൊക്കെ കുറച്ച് നല്ല രീതിയിലാകുവാനായിട്ട്, ശാരീരിക അരിഷ്ടതകൾ മാറ്റുവാനായിട്ട് സാധിക്കുന്നു, ശരീരം ഫിറ്റാകാൻ സാധിക്കുന്നു, ഒപ്പം മാനസിക ഉല്ലാസം കിട്ടുന്നു. എല്ലാത്തിലും ഉപരി ഇവര് 10-15 പേര് അല്ലെങ്കിൽ 20 പേര് ഒന്നിച്ചുകൂടി ഇവര് നാട്ടുകാരും വീട്ടുകാരും സ്വന്തമായ ഒരു നല്ല നല്ല കുറച്ച് നിമിഷങ്ങൾ ഇവർക്ക് കിട്ടുമ്പോഴത്തേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന മാനസികമായ ഉല്ലാസം തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഭാര്യ ഇതിനകത്തുണ്ട്. പുള്ളിക്കാരത്തേക്ക് വരുമ്പോൾ ഞാനൊന്നും ചോദിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ അവരുമായിട്ട് വർത്തമാനം പറഞ്ഞത്, അതുപോലെ തന്നെ ഇവർ ഗ്രൂപ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതെല്ലാം ഞാൻ കാണാറുണ്ട്. അപ്പോഴെല്ലാം മുഖത്തുണ്ടാകുന്ന ആ സന്തോഷം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പറയുമ്പോഴുള്ള ആ ഒരു ഇവരുടെ മനസ്സിലും ആ മുഖത്ത് വരുന്ന ഭാവവ്യത്യാസങ്ങളെല്ലാം ഞാൻ എപ്പോഴും കാണാറുണ്ട്. ചിലരെല്ലാവരും ഉണ്ട് ഇങ്ങനെ ഇത് എല്ലാം കഴിയുമ്പോൾ അഭിപ്രായം പറയുന്ന കുറെ ആളുകൾ നമ്മൾ കാണാറുണ്ട്. എല്ലാ പരിപാടിയും കഴിയുമ്പോൾ അതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഇത് മതിയായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ മതിയായിരുന്നു, ഇങ്ങനെ മതിയായിരുന്നല്ല. പക്ഷെ നമ്മൾ അഭിപ്രായങ്ങൾ പലതും ഗ്രൂപ്പിൽ വരുന്നുണ്ട്. ശ്രീകുമാറായിട്ടും സജിയൊക്കെ ആയിട്ട് ഞാൻ സംസാരിച്ചപ്പോഴത്തേക്ക് പല അഭിപ്രായങ്ങളും വന്നു. പലരും പല രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്തു. അപ്പോഴെല്ലാം നമ്മൾ പറഞ്ഞിരുന്ന ഓരോ കാര്യങ്ങളും അതുപോലെ ബഹുമാനപ്പെട്ട ഷീജ വ്യക്തമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. അതൊക്കെ ഒത്തിരി സന്തോഷം തോന്നി. നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളും ഗ്രൂപ്പിന് പുറത്തുണ്ടാവും, പക്ഷെ അത് ഒരിക്കലും നമ്മുടെ അകത്ത് അല്ലെങ്കിൽ നമ്മുടെ യൂണിറ്റിക്ക് ഒരു ദോഷം വരുന്ന രീതിയിൽ ആകാതിരിക്കാനായിട്ട് PRA കുടുംബാംഗങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ കുടുംബങ്ങളിൽ മാത്രം ഒതുങ്ങാതെ ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾക്ക് പ്രചോദനം നൽകുന്നതിന് ഇതിന് ലീഡർഷിപ്പ് വഹിക്കുന്നത് ബഹുമാനിയായ ജിതയാണ്. എൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ വൈഫാണ്. ജിത ഏറ്റവും നല്ല രീതിയിൽ ഇത് കണ്ടക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇത് ക്രോഡീകരിച്ച് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യമെല്ലാം ഞങ്ങൾ പുറമേ നിന്ന് അറിയുന്നുണ്ട്. തീർച്ചയായും നല്ല നല്ല ഇതുപോലെയുള്ള കാര്യങ്ങൾ സ്ത്രീകൾക്ക് വേണ്ട, അല്ലെങ്കിൽ സമൂഹത്തിൽ അവർ അടുക്കളയിലോ അല്ലെന്നുണ്ടെങ്കിൽ 1-2 വ്യക്തികളിലോ 1-2 കുടുംബങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ കുടുംബ പശ്ചാത്തലങ്ങളിലോ ഒതുങ്ങി പോകാതെ അവരെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ജിതയെ പോലെയുള്ളവർ ഇനിയും മുന്നോട്ട് വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വനിതാ ദിനത്തിന്റെ ആശംസകൾ നേരുന്നതിനോടൊപ്പം ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നിങ്ങൾ സമൂഹത്തിൽ ഏറ്റവും ബ്രൈറ്റ് ആയിട്ട് വരുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി പക്ഷെ എനിക്ക് നിങ്ങൾ ഈ സുംബ ടീം നല്ല രീതിയിൽ നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണം. ഇടയ്ക്ക് വെച്ച് പല പ്രതിസന്ധികളും ഉണ്ടാവും, പലരും പലതും പറയും. അതൊന്നും ചെവിക്കൊള്ളാതെ നല്ല രീതിയിൽ തന്നെ ഇത് നിർത്താതെ മുമ്പോട്ട് കൊണ്ടുപോകണം. വേറെ പല കാര്യങ്ങളിലും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയും. അതും കൂടി ചെയ്യണമെന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇത് നല്ല രീതിയിൽ മുമ്പോട്ട് പോകണമെന്ന് മാത്രം. ബാക്കി മോഡലായിട്ട്
എല്ലാരും ആയൊക്കെ ഈ ഒരു ആദരവ് ഏറ്റുവാങ്ങാനായിട്ട് സാധിച്ചതിൽ സന്തോഷം അറിയിക്കുകയാണ്. ഇങ്ങനെ ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം 2025 ഫെബ്രുവരിയിൽ ഇതുപോലെ തന്നെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു പൊതുയോഗം നടന്നത്. അപ്പോൾ അങ്ങനെ ആ പൊതുയോഗത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. അതായത് സ്ത്രീകൾക്ക് എക്സസൈസ് ചെയ്യാനും അതുപോലെ തന്നെ എക്സസൈസ് മാത്രമല്ല എന്ന് ഉദ്ദേശിച്ചത് ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ വീട്ടിൽ പണിയൊക്കെ എടുത്തിട്ട് ഫ്രീ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അതായത് സീഡിൻ്റെ മുമ്പിലാണ് ആ സമയത്ത് വരിക. ഏതൊരു വൈകിട്ട് 8-9 വരെയൊക്കെ സീഡിൽ ആയിട്ടൊക്കെ ഇരിക്കുന്നു. ഭയങ്കര സ്ട്രെസ് ഉണ്ടോന്നു പല കാര്യങ്ങളും ഉള്ളിൽ ഒതുക്കി വിഷമിച്ചിരിക്കുന്നവരുണ്ട്. അന്ന് ഷൈനി ചേച്ചിയും ആ ഒരു അഭിപ്രായത്തോട് യോജിച്ചായിരുന്നു. അപ്പോൾ ചേച്ചിക്ക് വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ ആരോഗ്യ പ്രശ്നം കൊണ്ട് വരാനും സാധിച്ചില്ല. ചേച്ചി അന്ന് നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനൊരു അഭിപ്രായം ആ കമ്മിറ്റിയിൽ പറയുകയും അന്നത്തെ പ്രസിഡന്റ് സെക്രട്ടറി അവർ രണ്ടുപേരും അതിന് കൂട്ടുനിൽക്കുകയും അവരുടെയും കൂടെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലത്ത് അത് ചെയ്യാനായിട്ട് സാധിച്ചത്. ഒപ്പം തന്നെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഷെയ്ജ ബാക്കിയുള്ള എല്ലാവരും മൈസി അങ്ങനെ എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ തുടങ്ങിയ സമയത്ത് ഞങ്ങൾ ആകെ 5-6 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പുറമെ ഓരോരുത്തർ വന്ന് ചേർന്നു. ഫീസാണെങ്കിൽ വളരെ കുറച്ച് 100 രൂപയെ ഫീസുള്ളൂ. സാധാരണഗതിയിൽ ഒരു സുംബ നമുക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ തന്നെ മിനിമം 1000 രൂപയാണ്. അത് എവിടെ ചെന്നാലും 1000 രൂപയാണ്. അഡ്മിഷൻ ഫീസ് 1500. ഇപ്പം ഞങ്ങളൊരു ട്രെയിനറെ വെച്ച് ചെയ്യിക്കുകയാണെങ്കിൽ ഈ 100 രൂപയിലൊന്നും കാര്യം നിൽക്കില്ല. നമ്മൾ യൂട്യൂബിൽ കാണുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അതിൽ കണ്ടിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. നല്ല റിസൾട്ട് എല്ലാവർക്കും തന്നെ കിട്ടിയിട്ടുണ്ട്. പലരുടെയും ഹെൽത്തൊക്കെ നല്ലപോലെ പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ സ്ലിം ആയിട്ടില്ലെന്നുള്ളൂ, പക്ഷേ ഹെൽത്ത് എല്ലാവരും ഓക്കെയാണ്. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ എല്ലാവരും സ്ലിം ആവും അല്ലേ? അപ്പോൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. 2025 ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ചെയ്തു. അത് ഒരു കുഴപ്പമില്ലാണ്ട് സാധാരണ എല്ലാവരും പറഞ്ഞിരുന്നു അത് പെണ്ണുങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതല്ലേ, എന്തായാലും വഴക്കിട്ട് അത് പിരിഞ്ഞു പോകുള്ളൂ, ഇടയ്ക്ക് വെച്ച് നിന്ന് പോകുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല. ഞങ്ങൾ ഈ 1 വർഷം കഴിഞ്ഞു. ഫെബ്രുവരി വന്നപ്പോൾ 1 വർഷം അത് വാർഷികം ഞങ്ങൾ ആഘോഷിച്ചു. വളരെ ഭംഗിയായിട്ട് ആഘോഷിച്ചു. അതിനിടയ്ക്ക് വരുന്നിരുന്ന ഇപ്പം ഞങ്ങൾ എല്ലാവരുടെയും ബർത്ത്ഡേ ഓരോ മാസം തന്നെ ഞങ്ങൾ അതെല്ലാവരും തന്നെ ആഘോഷിക്കുന്നുണ്ട്. വളരെ സന്തോഷമായിട്ട് ആ ഒരു മണിക്കൂർ 7 to 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കടന്നു പോകുന്ന സമയം അറിയുന്നില്ല. അത്രയും എൻജോയ് ചെയ്താണ് ഞങ്ങൾ എല്ലാവരും അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വർഷം ഭംഗിയായിട്ട് അത് കൊണ്ടുപോകാൻ സാധിച്ചു. തന്നെയല്ല, ഞങ്ങളുടെ ഈ ഒരു സുംബയുടെ ഇവരെ അറിഞ്ഞിട്ട് നമ്മുടെ അസോസിയേഷനിലല്ലാത്ത ഒരുപാട് ആളുകൾ വരുന്ന് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുറമേ നിന്ന് ഒരു 6-7 പേര് ഉണ്ട്. പലരും വിളിച്ച് ചോദിക്കുന്നുണ്ട്. പിന്നെ ചിലർക്ക് ഈ ടൈമിങ് പറ്റാത്തത് കൊണ്ട് മാത്രമാണ് അവർക്ക് വരാത്തത്. പിന്നെ നമ്മളുടെ അസോസിയേഷനിൽ കുറേ പെൺകുട്ടികൾ എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അവർ പറയുന്നത് അവരുടെ ഹസ്ബൻഡ് സമ്മതിക്കുന്നില്ല, അവരുടെ അമ്മായിയമ്മ സമ്മതിക്കുന്നില്ല. എത്ര പേര് വിളിച്ച് ചോദിച്ചെന്നറിയും. അവർ സമ്മതിക്കുന്നില്ല എന്ന് പറയാം. കാരണം വീട്ടിൽ നിന്ന് പണിയെടുത്ത് എല്ലാ പണിയും കഴിഞ്ഞിട്ട് അവർ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണ് 7 to 8. ആ ഒരു സമയം 1 മണിക്കൂർ പോലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത പെണ്ണുങ്ങൾ നമ്മളുടെ അസോസിയേഷനിൽ ഉണ്ടെന്നുള്ളതാണ്. പക്ഷെ അവർ വിളിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറയുന്നത് ഇത് വീട്ടിൽ അറിയരുതിട്ടാ, ചേട്ടൻ അറിയരുതിട്ടാ, അമ്മ അറിയരുതിട്ടാ ഞാനിങ്ങനെ വിളിച്ച് അന്വേഷിച്ചത്. അങ്ങനെയാണ് വിളിച്ച് പറയുന്നത്.
അപ്പോൾ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് അറിയാവുന്നവർ ആരോടെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് സപ്പോർട്ട് ബ്രെയിൻ വാഷ് ചെയ്ത് ഇപ്പോൾ ആണുങ്ങളോടാണെങ്കിൽ ഒന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ ഗ്രൂപ്പിലേക്ക് വരാൻ പറ്റുവാണെങ്കിൽ നല്ല കാര്യം എന്നുള്ളതാണ്. പിന്നെ ഇത് ഇനിയും തുടർന്ന് പോകാനായിട്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം തന്നെ ഞങ്ങൾ ഇനിയിപ്പോൾ ഈ എന്താ പറയുക കുറച്ച് സോഷ്യൽ വർക്കും കൂടെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തിങ്കളാഴ്ച ഞങ്ങൾ ബഡ് സ്കൂളിൽ ഒരു നേരത്തെ ഭക്ഷണം സ്പോൺസർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഞങ്ങളുടെ സ്റ്റാർട്ടിങ് സോഷ്യൽ വർക്ക് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് അതാണ്. അവിടെ മുതൽ ഇനി അങ്ങോട്ട് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഒപ്പം നിങ്ങളുടെ സപ്പോർട്ടും കൂടെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ ഒരു കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങളും സമൂഹത്തിന് വേണ്ടിയിട്ടും അസോസിയേഷനിലേക്ക് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ സഹായം ഉണ്ടോ അത് പറ്റാവുന്ന രീതിയിൽ ചെയ്യുകയും ചെയ്യുന്നു. ഞങ്ങൾ എല്ലാവരും ശരിയല്ലേ, നമ്മൾ ചെയ്യില്ലേ ചെയ്യുന്നു പറയുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ സുംബയുടെ വകയായിട്ടൊരു ടൂറും ഈ അടുത്ത് തന്നെ ഉണ്ടാവുമെന്നൊക്കെ പറയുന്നുണ്ട്. ശ്രീലക്ഷ്മിക്കാണെങ്കിൽ വരാം. എന്തായാലും എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടുള്ളൊരു ആദരവാണ് അത്. നമ്മുടെ സുംബയുടെ കിട്ടിയതിൽ വളരെ സന്തോഷം. ഈ പറഞ്ഞ പോലെ തന്നെ 7 മണിക്ക് ശേഷം 1 മണിക്കൂർ അത് വളരെ എൻജോയ് ചെയ്താണ് ഞങ്ങൾ പോകുന്നത്. എന്ന് വെച്ചാൽ കൂടുതൽ അനാവശ്യമായ സംസാരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. കറക്റ്റ് വർക്കൗട്ട് തന്നെയാണ് നടക്കുന്നത് അവിടെ. പിന്നെ ആ ഒരു സെക്കൻഡിലുള്ള ഒരു ഫോട്ടോ എടുപ്പും അതിലും വളരെ ഹാപ്പിയാണ് ഞങ്ങളെല്ലാവരും. ഫോട്ടോ എടുക്കാനുള്ള മിക്ക പ്രോഗ്രാമിന് പോയാലും ഒരു മെയിൻ ഒരു സംഭവം അത് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാന്നുള്ളതും ഞങ്ങളുടെ ചിന്തയിലുണ്ട്. അത് പറ്റുന്ന രീതിയിൽ ചെറിയ രീതിയിൽ ഞങ്ങൾ അതിനുണ്ടാവും. അതിൻ്റെ സപ്പോർട്ടും PR-യുടെ വകയും എല്ലാവരുടെയും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഒന്നുകൂടെ എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു.